വിനോദിലേക്ക്. ശ്രീ വിനോദ്, IPL-ലെ ടീമുകളുടെ സാമ്പത്തിക റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാ ടീമുകളും ഏറെക്കുറെ നഷ്ടത്തിലാണ് എന്നാണ് കമ്പനി ബോർഡിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നഷ്ടത്തിൽ ഓടുന്ന ടീമുകളെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ഉപാധിയായി ഇതിൻ്റെ മറയത്ത് വാതുവെപ്പ് സംഘടിതമായി തന്നെ നടപ്പാക്കപ്പെടുന്നുണ്ടോ യഥാർത്ഥത്തിൽ? എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിൽ അത്തരം വാതുവെപ്പ് നടന്നിരുന്നു എന്നുള്ളത് നമുക്ക് തെളിവിപ്പ് ഇപ്പം പുറത്തു വരുന്നു. മറ്റ് ഫ്രാഞ്ചൈസികളുടെ കാര്യം അത്ര വ്യക്തമല്ല. പക്ഷേ ഇതോടൊപ്പം വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനെ വാരിയേഴ്സ് അടുത്ത സീസണിൽ നിന്നും അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ടുള്ള സഹാറ പിന്മാറുന്നു. അവരുടെ ഫ്രാഞ്ചൈസി ഇത് അവർ സറണ്ടർ ചെയ്യാണ് എന്ന് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സഹാറയുടെ പത്രക്കുറിപ്പ് വളരെ സൂക്ഷ്മതയോടുകൂടി വായിച്ചൊരു വ്യക്തിയാണ്. അതിലെന്താ പറയുന്നത്? അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ BCCI കബളിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി അതുകൊണ്ട് ഒരു തവണ ഞങ്ങളിത് കളഞ്ഞിട്ട് പോയതാണ്. അന്ന് നിങ്ങൾ ചർച്ചയിലൂടെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു, ഞങ്ങൾ വന്നു. ഇനി ദയവായി നിങ്ങൾ ഒരു ചർച്ചയ്ക്കും ഞങ്ങളെ വിളിക്കല്ല. ഞങ്ങൾ ഇന്ത്യ ടീമിൻ്റെ സ്പോൺസേഴ്സ് എന്നുള്ള നിലയിൽ 2014 വരെ അത് കളിക്കാരുടെ ഒരു ഇത് വെച്ചിട്ട് കളിക്കാരുമായിട്ടുള്ള സ്നേഹം വെച്ചിട്ട് 2014 ഞങ്ങൾ തുടരാം. അത് കഴിഞ്ഞാൽ അതും ഞങ്ങൾ വിട്ടിട്ട് മറ്റ് കായിക ഇനങ്ങളിലേക്ക് പോവുകയാണ്. ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ വിച്ഛേദിക്കുന്നു എന്നാണ് ആ പ്രസ് റിലീസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? 1700 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു ഫ്രാഞ്ചൈസി അവരെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അവർ വ്യക്തമായിട്ട് BCCI എഴുതിയിരിക്കുന്നു. ഈ 4-5 ദിവസമായി ഈ വാർത്ത വന്നിട്ട് ഇതുവരെ BCCI അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. BCCIയുടെ അത്തരം ഇടപാടുകളാണ് IPL-നെ ഈ രീതിയിലേക്ക് മാറ്റിയത്. ശ്രീ അജിത് കുമാർ, ഇപ്പോൾ ശ്രീനിവാസന് മേൽ രാജ്യസമ്മർദ്ദമുണ്ട്. BCCI-ലെ 10 അംഗങ്ങൾ സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നു അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്ന്. 2010 സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ ലളിത് മോഡിക്ക് സ്ഥാനം ഒഴിയേണ്ടി വന്നപ്പോൾ അന്ന് അദ്ദേഹം ആരോപിച്ചു ശ്രീനിവാസന് മേൽ പലതരത്തിലുള്ള ഇടപാടുകളും ശ്രീനിവാസനുണ്ട്, പല ടീമുകളുടെയും ഉടമസ്ഥതയിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന്. ഇപ്പോൾ ശ്രീനിവാസൻ പറയുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, സ്ഥാനം ഒഴിയാൻ അദ്ദേഹം തയ്യാറല്ല എന്ന്. BCCI-ക്ക് അതിൻ്റെ മുഖം രക്ഷിക്കാൻ, അതിൻ്റെ നിഷ്പക്ഷതാ സ്വഭാവം നിലനിർത്തുന്നു എന്ന് കാണിക്കാൻ ശ്രീനിവാസനെ പുറന്തള്ളുകയല്ലാതെ മറ്റു മാർഗം ഇല്ലാത്ത സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? തീർച്ചയായിട്ടും ഗോപി, അത് വളരെ കൃത്യമായിട്ടാണ് താങ്കൾ വിശകലനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BCCI-യുടെ ഒരു ഇടപാടും ശരിക്കൊരു ഇടപെടൽ വേണം. ഇതുവരെ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ BCCI തീരെ ഇടപെട്ടിരുന്നില്ല. കാരണം എന്താണ്? BCCI പ്രസിഡന്റ് എന്തായിരുന്നു അതിന്റെ കാരണം? വേറെ ആരുമല്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ശ്രീനിവാസൻ മാറിയാൽ ശുദ്ധികലശത്തിന് സ്കോപ്പുണ്ട്. ഇപ്പൊ നമ്മളിപ്പോൾ IPL നിർത്തണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു കാര്യത്തിലേക്ക് പറയണം. IPL 3 അന്നാണല്ലോ ലളിത് മോഡിയുടെ പ്രശ്നവും ശശി തരൂരിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അവസാനം ലളിത് മോദിയെ പുറത്താക്കി. നമ്മൾ വിചാരിച്ചു ഒരു ശുദ്ധികലശത്തിന് തയ്യാറെടുപ്പാണ്. ശരിക്ക് ഒരു ശുദ്ധികലശത്തിന് തയ്യാറെടുപ്പ് തന്നെയായിരുന്നു. IPL 4-നെ കുറിച്ച് എനിക്കിവിടെ പറയാൻ കൊള്ളാവുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് ഓർഗനൈസ് ചെയ്തതാണ് IPL 4. ഓർമ്മയുണ്ടാവുമായിരിക്കും. 94 മാച്ചസ് ആണ് ഏറ്റവും ദീർഘമുള്ള ഇതായിരുന്നു IPL 4. ഒരു കോൺട്രവേഴ്സിയും ഇല്ലാത്തത്. അതിന് കാരണം എന്താണ്? അതിന്റെ ചെയർമാൻ IPL കമ്മീഷണർ ആയിരുന്നത് നിരങ്കരി അമീൻ എന്ന വളരെ ലോ പ്രൊഫൈൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. അന്നാണ് ഇത്രയധികം സുതാര്യത വന്നത് IPL-ന്. ഓരോ പ്ലെയറിനും, കാരണം 3 വർഷം കഴിഞ്ഞിട്ട് ഓരോ ടീമിനും 4 പ്ലെയേഴ്സ് വെച്ച് റീറ്റെയിൻ ചെയ്യാം എന്ന നിയമം വന്നപ്പോൾ റീറ്റെയിൻ ചെയ്ത ഓരോ പ്ലെയറിനും എത്രയാണ് തുക കൊടുത്തതെന്ന് ഓരോ ഫ്രാഞ്ചൈസിയും അന്ന് പുറത്ത് പറയേണ്ടി വന്നിരുന്നു. അതിനുശേഷം എന്ത് പറ്റി? അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തി. അമീൻ ആരാണെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. കാരണം ലളിത് മോഡിയുടെ കാലത്ത് നമുക്കറിയാം TV ക്യാമറകൾക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഓരോ മാച്ചിനും ലളിത് മോദിയെ 100 തവണയെങ്കിലും കാണിക്കണമെന്ന്.
എന്നാൽ അമീൻ ഒരു വിധത്തിലും മുമ്പിൽ വന്നിരുന്നില്ല. ശരിക്ക് പിന്നിൽ നിന്നുകൊണ്ട് വളരെ നന്നായിട്ടൊന്ന് ഭരിച്ചു. എന്തുണ്ടായി? 4ാം സീസൺ കഴിഞ്ഞപ്പോൾ അമീനെ മാറ്റി അദ്ദേഹം പൊസിഷനിൽ നിന്ന് മാറേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഇപ്പം രാജീവ് ശുക്ല വന്ന അവിടെയാണ്. എന്തുകൊണ്ട് രാജീവ് ശുക്ല വന്നു? അമീന്റെ ഈ ക്ലെൻസിങ് ശ്രീനിവാസൻ അത് പിടിച്ചില്ല. ശ്രീനിവാസൻ ഒരു ഫ്രാഞ്ചൈസി ഓണർ, അദ്ദേഹത്തിന് പോലും അമീനിന്റെ താഴെ ഉണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു ശുദ്ധികലശം നടക്കണമെങ്കിൽ ശ്രീനിവാസനെ ആദ്യം മാറ്റിയേ തീരൂ. കാരണം അജിത് കുമാർ താങ്കളിലേക്ക് ഇപ്പോൾ SK നായർ ടെലിഫോൺ ലൈനിലുണ്ട്, മുൻ BCCI സെക്രട്ടറി. ശ്രീ SK നായർ, IPL-ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന എല്ലാ വിവാദങ്ങൾക്കും കാരണം BCCI-യിൽ തന്നെ നിലനിൽക്കുന്ന അധികാര തർക്കങ്ങളും അതിൽ തന്നെയുള്ള അഴിമതിയുടെ സാന്നിധ്യവും തന്നെയല്ലേ? അതൊഴിച്ചു നിർത്തിക്കൊണ്ട് IPL-നെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്ഥിതിവിശേഷം IPL-ലുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ BCCI സംബന്ധിച്ചോളം അതുപോലെ തന്നെ ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം ഒരു വലിയ വിശ്വാസ പ്രതിസന്ധിയെ നേരിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രതിസന്ധിക്ക് കാരണം ഇപ്പോൾ IPL-മായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ രാജസ്ഥാൻ റോയലിലെ 3 കളിക്കാർ, നമ്മുടെ കേരളത്തിലെ നമ്മുടെ പ്രിയതാരമായി കഴിയുന്ന ഈ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള 3 കളിക്കാരെ അവർക്കെതിരായി അവരെ അറസ്റ്റ് ചെയ്യുകയും അവര് ഈ വാതുവെപ്പിൽ പങ്കുചേർന്നു, സ്പോർട്സ് ഫിക്സിംഗിൽ പങ്കുചേർന്നു എന്നുള്ള തെളിവുകളുമായി പോലീസ് രംഗത്ത് വരികയും അതിനെ തുടർന്ന് സംഭവ പരമ്പര തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതിന് പല വാതുവെപ്പുകാരെ പിടിച്ചു, അതുപോലെ പല രഞ്ജി താരങ്ങളെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയും. ഏറ്റവും മുന്നിൽ വന്നെത്തി നിൽക്കുന്നത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അതിന്റെ ബന്ധപ്പെട്ട ശ്രീനിവാസന്റെ ഓണർഷിപ്പിലുള്ള ചെന്നൈ സൂപ്പർ കിങ്സില് അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള യപ്പന്, അങ്ങനെ അദ്ദേഹം ഈ മാച്ച് ഫിക്സിംഗിൽ അല്ലെങ്കിൽ അദ്ദേഹം ബെറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട ബെറ്റിംഗിൽ ഉള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധം. ശ്രീ SK നായർ, താങ്കളുടെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല. താങ്കളെ കട്ട് ചെയ്ത് വീണ്ടും വിളിക്കാം. താങ്കളിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ അജിത് കുമാർ, ഇന്ന് രാഹുൽ ദ്രാവിഡിനോട് മാധ്യമപ്രവർത്തകർ IPL നിരോധിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് IPL വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കളിയാണെന്നും വാതുവെപ്പും അതുപോലെയുള്ള പ്രശ്നങ്ങളും അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഉണ്ടായിട്ടുണ്ട്, അത്തരം പ്രശ്നങ്ങളുടെ പേരിൽ IPL നിരോധിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരു ക്രിക്കറ്റ് താരം അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം യോജിക്കാതെ സാധ്യമല്ല. കാരണം അത്രയധികം നല്ല കാര്യങ്ങൾ IPL നിന്ന് വന്നിട്ടുണ്ട്. എത്ര നല്ല പ്ലെയേഴ്സാണ് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് IPL-ിലൂടെ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. രവീന്ദ്ര ജഡേജ ഏറ്റവും നല്ല ഉദാഹരണം. ഇന്നിപ്പോ ഇന്ത്യൻ മിഡിൽ ഓർഡറിന് ഇത്രയധികം സോളിഡിറ്റി നൽകുന്ന ആ പ്ലെയർ ഷെയ്ൻ വോണാണ് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തിട്ട് രാജസ്ഥാൻ റോയൽസിനെ കളിപ്പിക്കുകയും രാജസ്ഥാൻ റോയൽസ് അന്ന് വിജയിക്കുകയും ചെയ്തത്. അപ്പൊ നമുക്ക് ഒരിക്കലും IPL-ന്റെ നല്ല വശം മാറ്റാൻ പറ്റില്ല. ഇപ്പം എത്ര കൊച്ചു പ്ലെയേഴ്സിന് അവരുടെ ശരിക്കുള്ള ടാലന്റ് കാണിക്കാനായിട്ട് IPL സഹായിച്ചിട്ടുണ്ട്. അതാണ് രാഹുൽ ദ്രാവിഡ് പറയാനുള്ള കാരണം. പ്രത്യേകിച്ച് രാഹുൽ ദ്രാവിഡിന്റെ ടീമിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ യങ്സ്റ്റേഴ്സിനും അദ്ദേഹം ചാൻസ് കൊടുക്കുകയും, ഒരു ചെറിയൊരു കാര്യം പറയാം, 11 മാച്ചസ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു. ഈ 11-ൽ ആകെ 2 പേർക്ക് മാത്രമാണ് 2 മാൻ ഓഫ് ദ മാച്ച് അവാർഡ്സ് കിട്ടിയത്. ബാക്കി 7 പേർക്കാണ് അത് കിട്ടിയത്. അതായത് ഒരു ടീമിലെ 9 പേർക്ക് മാൻ ഓഫ് ദ മാച്ച് അവാർഡ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ടൂർണമെന്റിന്റെ ശരി ഭംഗിയും എങ്ങനെ ആ പ്ലെയേഴ്സിന് ഈ ടൂർണമെന്റിനെ ശരിക്കും ഉപയോഗപ്പെടുത്തി എന്നുള്ളതും കൂടിയാണ്. ദ്രാവിഡ് അത് കാണിച്ചു. താങ്കൾ പറഞ്ഞു പുതിയ കളിക്കാർക്ക് അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ, അവരെ കണ്ടെത്താൻ, അവരെ സ്പോട്ട് ഔട്ട് ചെയ്യാൻ നമ്മളെ സഹായിച്ചതാണ് IPL. ഇതുപോലെ ICL ഉണ്ടായിരുന്നു 2007-നും 2009-നും ഇടയ്ക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് ഇതുപോലെ സമാനമായ ഒരു സംരംഭമായിരുന്നു. അതിനെ തകർത്തതിന് പിന്നിൽ BCCI-ക്കും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലും ഒരുപോലെ പങ്കുണ്ടായിരുന്നില്ലേ? അതിൽ കച്ചവട സാധ്യത കുറഞ്ഞതുകൊണ്ടല്ലേ BCCI-യും ICC-യും അന്ന് ഇതിനെ പിന്തുണയ്ക്കാതിരുന്നത്? ICL ഒരു പാരലൽ ഓർഗനൈസേഷൻ ആയിരുന്നു. BCCI-യിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് കപിൽ ദേവ് തന്റെ സ്വന്തം ഗ്ലാമർ ഉപയോഗിച്ച് തുടങ്ങിവെച്ച ഒരു ടൂർണമെന്റാണ്. അതിന് ഒഫീഷ്യൽ റെക്കഗ്നിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സണാലിറ്റി ക്ലാഷ് ആയിരുന്നു. കപിലും ശരത് പവാറും തമ്മിലുള്ള ആ പേഴ്സണാലിറ്റി ക്ലാഷ് ആയിരുന്നു.
അല്ലാണ്ട് വേറൊന്നും ആയിരുന്നില്ല. കാരണം എന്താണ്, സീ ടെലിവിഷന് അവര് റൈറ്റ്സ് കൊടുത്തില്ല, BCCI റൈറ്റ്സ് കൊടുത്തില്ല. ഏറ്റവും കൂടുതൽ കൊട്ടേഷൻ അവർ നൽകിയെങ്കിലും അവരുടെ കൊട്ടേഷൻ മാറ്റി നിർത്തിക്കൊണ്ട് അവർ സെറ്റ്മാക്സിന് കൊടുത്തു കൊട്ടേഷൻ. അവിടുന്ന് തുടങ്ങി ആ പ്രശ്നം. അപ്പോൾ സീ വിചാരിച്ചു അതിന് ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് നിലയിൽ ICL എന്നൊരു സാധനം കൊണ്ടുവന്നു. പക്ഷെ ICLന്റെ സക്സസ് നമുക്കറിയാം. ആദ്യത്തെ ICL ടൂർണമെന്റ് സക്സസ്ഫുൾ ആയിരുന്നു, പക്ഷെ രണ്ടാമത്തെ ICL ടൂർണമെന്റ് സക്സസ്ഫുള്ളേ ആയിരുന്നില്ല. അതൊന്നും പറയാതെ വയ്യ. പക്ഷെ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ ഇതൊരു നല്ലൊരു മോഡലാണെന്നും ഇതുകൊണ്ട് നന്നായിട്ട് പണം സ്വരൂപിക്കാൻ പറ്റുമെന്ന് BCCIക്ക് മനസ്സിലായി. അപ്പൊ എന്തുകൊണ്ട് അവർക്കൊരു ഒഫീഷ്യലായിട്ട് ഇത് ടൂർണമെന്റ് തുടങ്ങാൻ പറ്റില്ല, എന്തുകൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ സാധിക്കാൻ പറ്റുമെന്ന് ശരത് പവാറിന് മനസ്സിലായി. ശരത് പവാറിന്റെ ആ ഒരു ജീനിയസ് ആണ് IPL. ഒരു കാര്യം തീർച്ചയാണ്, ലളിത് മോദി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൂജായിരുന്നു, അത്രയേ ഉള്ളൂ. ലളിത് മോദി നന്നായിട്ട് നടത്തി, സംശയിക്കണ്ട. പക്ഷെ എന്നാൽ ശരത് പവാർ എന്നൊരാൾ വ്യക്തിയുടെ ശക്തി ഉണ്ടായിരുന്നു അവിടെ. തൃശ്ശൂർ അജിത് കുമാർ താങ്കളിലേക്ക്. SK നായർ വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ SK നായർ, BCCI പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് N ശ്രീനിവാസനെ മാറ്റിയതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാനാകുമോ? നിയമമന്ത്രി പറയുന്നത് കളികളിലെ ഇത്തരം അനാശാസ്യ പ്രവണതകൾ നിയന്ത്രിക്കാൻ കൂടുതൽ ശക്തമായ നിയമം കൊണ്ടുവരുമെന്നാണ്. അത്തരം നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം പ്രവണതകളെ പ്രതിരോധിക്കാൻ കഴിയുമോ? ഒരിക്കൽ കൂടി വിനോദിലേക്ക്. SK നായരുടെ ടെലിഫോൺ ലൈനിൽ വീണ്ടും തകരാറുണ്ട്. വിനോദിലേക്ക്. ശ്രീ വിനോദ്, താങ്കൾ എന്ത് കരുതുന്നു? BCCI നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കളികളിലെ അനാശാസ്യ പ്രവണതകളെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരും എന്ന് കപിൽ സിബൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമം കൊണ്ടുവന്നത് കൊണ്ട് തടയാൻ സാധിക്കുമോ ഇത്തരം പ്രവണതകളെ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു നിയമമൊന്നും കൊണ്ട് ഒരു കാര്യം ഈ രാജ്യത്ത് നടക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ IPLന് കളങ്കം വന്നിരിക്കുന്നു, ഇന്ത്യൻ ക്രിക്കറ്റിന് കളങ്കം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇൻറ്റേർണലായിട്ട് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ ഒരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകാനുമായിട്ടുള്ള ഒരു സാഹചര്യം ഇതിൽ നിന്നും മൂരിത്തിരിഞ്ഞ് വരണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതിന് കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്പോർട്സ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അത് കൺകറൻറ്റ് ലിസ്റ്റിൽ കൊണ്ടുവരണമെന്ന് പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, അതായത് സ്റ്റേറ്റ് അസംബ്ലികൾ അത് അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ അതൊരു നിയമമാവുള്ളൂ. അതിന് ഒരുപാട് നാളുകളെടുക്കും. അപ്പോൾ ഒരു ടൈം ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് വേണം ഇത് പ്രവർത്തിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സാഹചര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ IPL അജിത്ത് പറഞ്ഞ പോലെ നല്ലൊരു മോഡലാണ്. അത് ICLൽ നിന്നും കടമെടുത്തുണ്ടാക്കിയ മോഡലാണെന്നുള്ളതും ശരിയാണ്. പക്ഷേ ഒരുപാട് കളിക്കാർക്ക് അത് സാഹചര്യം ഒരുപാട് ഡോസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ടൂർണമെൻറ്റാണ്. അതുകൊണ്ട് IPL നല്ലപോലെ നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റും നന്നായിട്ട് നടക്കണം. ഇത് നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ IPLനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു അഴുക്കുചാലിലായിട്ട് വർഷങ്ങളേറെയായി. ആ അഴുക്കുചാലിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ വിമുക്തമാക്കി അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൂടിയുള്ള ഒരു സാഹചര്യമാണ് ഇതുള്ളത്. ഓരോരുത്തർക്കും അജിത് കുമാർ, താങ്കൾക്ക് വളരെ നന്നായി അറിയാം, ഇപ്പോൾ ഉണ്ടായിട്ട് IPL കമ്പനികളുമായി ടീമുകളുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ അനുസരിച്ച് നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് കളിക്കാനുള്ള യോഗ്യതയില്ല. ചെന്നൈ സൂപ്പർ കിങ്സിനെ ടെർമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് മറ്റന്നാളത്തേക്ക് യോഗങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് വീണ്ടും കാണികളെ വെല്ലുവിളിക്കലല്ലേ? ഇതിൽ പ്രതിഷേധിക്കുകയും കളിയെ ബഹിഷ്കരിക്കുകയും ചെയ്യേണ്ടതല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കളി കാണാനായിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് കൾച്ചറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പഴയതുപോലെയല്ല. പണ്ടൊക്കെ നാം ക്രിക്കറ്റ് ആസ്വാദിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിക്കറ്റ് കാണാൻ പോകായിരുന്നത്. ഇന്നിപ്പോൾ അതല്ല. ക്രിക്കറ്റ് മാത്രമല്ല, ക്രിക്കറ്റേതര കാര്യങ്ങളും അവിടെയുണ്ട്. പിന്നെ ഒരു കാര്യം തീർച്ചയാണ്, താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച വസ്തുത വളരെ കൃത്യമായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ടിക്കറ്റ്സ് സോൾഡ് ഔട്ടായി. ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് മാത്രമാണ് IPL ഗവർണിംഗ് കൗൺസിൽ ഇന്ന് കൂടാത്തത്. തിങ്കളാഴ്ച കൂടിയാൽ ആദ്യത്തെ തീരുമാനം CSK ഡിബാറയിലായിരിക്കും. അത് ചെയ്യാതെ പറ്റില്ല. കാരണം CSKയുടെ ഓണർ ഇപ്പൊ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിന് എന്തോരം ചാർജസ് ആണ്. അപ്പോൾ
തിങ്കളാഴ്ച സംശയിക്കേണ്ട, CSK അവർക്ക് അവരെന്തായാലും അവരുടെ മാറ്റേണ്ടി വരും, അവരെ ഫ്രാഞ്ചൈസി കളയേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് എന്തുകൊണ്ട് ഈഡൻ ഗാർഡൻസിൽ ഇരിക്കുന്ന 60-65,000 ജനങ്ങളെ പറ്റിക്കുന്നു? കളി നടക്കട്ടെ, കളി നടന്നു കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. വളരെയധികം ശ്രീ അജിത് കുമാറൊപ്പം തന്നെ A. വിനോദ്, SK നായർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്.